സ്ഥലം മാറിപ്പോകുന്ന കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ഭാരവാഹികൾ സംസാരിച്ചു. വിജിലൻസ് വകുപ്പിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കായംകുളം സബ് ഡിവിഷനിൽ സേവനമനുഷ്ഠിച്ച സമയം മുതൽ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ ചേർത്ത് നിർത്തിയും പരിഗണന നൽകിയും മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നടത്തിയതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഭാരവാഹികൾ പറഞ്ഞു. ഒരു നാട്ടിലെത്തുമ്പോൾ, സ്വന്തം നാട്ടിലെത്തുമ്പോൾ തന്റെ ഔദ്യോഗിക പദവി എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റണം എന്ന് അന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ വില കാണിച്ചത്. ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ RWA പ്രസിഡന്റ് അബ്ദുൽ ഹാമിദ് ആയിരത്ത്, രക്ഷാധികാരി താഹാക്കുഞ്ഞ്, ട്രഷറർ നിഹാസ് അബ്ദുൽ അസീസ്, വൈസ് പ്രസിഡന്റ് സ്വപ്ന സജികുമാർ, സെക്രട്ടറി സുനിത CS, ഭാരവാഹികളായ റിയാസ് പുലരിയിൽ, TG അജികുമാർ, മിനി അച്ഛൻകുഞ്ഞ്, വിപിൻ മോഹൻ, സജികുമാർ, ജനാർദ്ദനൻ പിള്ള, മാർഷൽ, ഡോക്ടർ സജൻ തുടങ്ങിയവർ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളിലെ ഞാനിവിടെ വന്നപ്പോൾ 18/7/2024 ഈ 18 ആകുമ്പോൾ ഞാൻ ഒരു വർഷം പൂർത്തിയാകുകയാണ്. എനിക്കിവിടെ വന്ന് സഹകരിക്കാൻ പറ്റിയതെന്ന് പറയുന്നത്, ഒന്നുമില്ലാതിരുന്ന കാലത്താണ് ഞാൻ ഇവിടെ പഠിച്ചതും വളർന്നു നോക്കുക ഈ കായംകുളത്തിന്റെ മണ്ണിൽ. അന്ന് എൻ്റെ ഉയർച്ചയിലേക്കോ അല്ലെങ്കിൽ എൻ്റെ പഠനത്തിലേക്കോ എന്നെ സ്കൂളിലേക്കോ ഒക്കെ മുന്നോട്ട് നയിച്ചതെന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ സഹായമാണ്. കണ്ടുകൊണ്ട് നിന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തറിഞ്ഞവരോ ഒക്കെ ഒത്തിരി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് വസ്ത്രങ്ങൾ നൽകിപ്പോലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ 10ാം ക്ലാസ്സിലെ SSLC ബുക്കിനകത്ത് കിടക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് തച്ചടിയിൽ പ്രഭാകരൻ സാർ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് തന്ന ഉടുപ്പാണ്. ആ വസ്ത്രം ഇട്ടുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ആ ഷർട്ടാണ് എൻ്റെ എംപ്ലോമായിട്ട് ഇന്ന് നിൽക്കുന്നത്. എവിടെ പോയാലും SSLC ബുക്ക് എടുത്താൽ എൻ്റെ ഫോട്ടോയ്ക്കകത്ത് കിടന്ന ഷർട്ട് അതാണ്. അപ്പോൾ അതെനിക്കൊരു മുന്നറിയിപ്പാണ്. കാരണം എനിക്ക് ലഭിച്ച സഹായങ്ങൾ ഞാൻ മറക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് അങ്ങനെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഹായത്താലാണ് ഞാൻ പഠിച്ചതും വളർന്നതും. ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചു ഒത്തിരി ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ ഭക്ഷണം പോലും കരുതി എനിക്ക് വെച്ചുകൊണ്ട് ആളുകൾ റോഡിൽ നിൽക്കുമായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ എന്നെ വിളിച്ചവിടുന്ന് ഭക്ഷണം തന്നിട്ടേ വീട്ടിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ വളർന്നു വന്നതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ ഈ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ശരീരത്തോട് ഓടുന്ന എല്ലാം തന്നെ മറ്റുള്ളവരുടെ ദാനമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോലി എനിക്കൊരു മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഭയം കൂടാതെ പോലീസിലെത്തുക എന്നുള്ളതാണ്. അതിനൊരു സങ്കടമായിട്ട് നമ്മുടെ അടുക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കാനുള്ള മനസ്സ്, ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അത് 100% പാലിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിൽ പോലും ഒരു പരിധിവരെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളാണ്. അവരെ നമ്മളെല്ലാവരെയും സംഘടിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ, പോലീസിന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റി. ഒന്ന് CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്, അതുപോലെ തന്നെ ആന്റി സോഷ്യൽസ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതിന്, അതുപോലെ തന്നെ എല്ലാം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ റെസിഡൻസ് അസോസിയേഷനുകൾ എത്തണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. മൈത്രി എന്ന് പറയുന്ന KPSൽ എടുത്തുള്ളത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല, ഏകദേശം 94 മുതൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകനായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജ് പഠിച്ചോണ്ടിരിക്കും, ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേണ്ടി പോയത്. കായംകുളം ഗവൺമെന്റ് ആശുപത്രിക്ക് വേണ്ടി അനൗൺസ് ചെയ്ത് ഞാനായിരുന്നു. അന്ന് എനിക്കൊരു 500 രൂപ തരുകയും ചെയ്തു. പിന്നീട് ഞാൻ പഠിച്ച് ജോലി കിട്ടി, അങ്ങനെ പോയി. ഏകദേശം 28 വർഷം സർവീസ് ആകുന്നു. സർവീസിലൊക്കെ നമുക്ക് ചിലപ്പം ആർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. ഞാനിപ്പം ഏകദേശം നല്ലൊരു സമയത്താണ് ഒരിടത്തേക്ക് മാറുന്നത്. കാരണം ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്, സ്വന്തം നാടാണ്. സ്വന്തം നാട്ടിൽ ഇലക്ഷൻ സമയത്ത് പരസ്പരം അറിയാവുന്ന മുഖങ്ങൾ തമ്മിലായിരിക്കും പോർമുഖങ്ങൾ തീർക്കുന്നത്. എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇലക്ഷൻ വരുമ്പം അതിന്റെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാകും. അപ്പോൾ എനിക്ക് എൻ്റെ ഈ പോലീസ് ചിലപ്പോൾ എനിക്കൊരു പരിമിതികളുണ്ടാകും. അത് പല ആളുകളും ഇതിന് ശത്രുക്കളായി മാറേണ്ടി വരും. അതൊക്കെ ആകാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നല്ല അവസരത്തിലാണ് ഒരു സ്ഥലമാറ്റം ഉണ്ടാകുന്നത്. വിജിലൻസ് ആണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണവും പ്രവർത്തനവും ഒക്കെ തന്നെ പോലീസിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെസിഡൻസ് സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.